ദൈവത്തിന്റെ വലങ്കരം പിടിച്ച് നമ്മളെ രക്ഷിച്ച് അവരുടെ കൃപയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെ നമുക്ക് ആശ്വാസം വരുന്നില്ല. തുടർന്ന് സിസ്റ്റർ ലെനി മുമ്പോട്ട് കടന്നു വന്ന് തന്റെ ജീവിതത്തിന്റെ സാക്ഷി നമ്മൾ പ്രസ്താവിക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പട്ടണത്തിൽ പല സഭകളിൽ പല കൂടിവരകളിൽ കർത്താവിന്റെ ഗാനത്തോട് അനുബന്ധിച്ച് തന്നെ തന്റെ സാക്ഷ്യം ചുരുക്കമായി പ്രസ്താവിപ്പാൻ ദൈവം സാവകാശം ഒരുക്കി. ഇന്ന് രാത്രികാലവും ദീർഘമായ സമയം നമുക്കില്ല. തുടർന്ന് നല്ല മനോഹരമായ ഗാനങ്ങളുണ്ട്. ചില നിമിഷങ്ങളെടുത്ത് നമ്മുടെ ജീവിതത്തിന്റെ അനുഭവം നമ്മുടെ മുമ്പിൽ സാക്ഷ്യമായി പ്രസ്താവിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹവും ആശ്വാസമായി തീരട്ടെ. പ്രാർത്ഥന പ്രതീക്ഷിച്ച് തന്റെ ജീവിതത്തിന്റെ അനുഭവം നമ്മൾ പങ്കിടും. അതിനുശേഷം വിൽ ടേക്ക് ആൻ ഓഫറിംഗ് ഫോർ ദിസ് മിനിസ്ട്രി. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥന ദിവസം നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവനാമത്തിൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഈ രാത്രിയുടെ സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. ഇങ്ങനെ ഈ രാത്രികാലം ഒരു ഗാന ശുശ്രൂഷയുള്ള ബന്ധത്തിൽ ക്രമീകരിക്കപ്പെടുവാൻ കർത്താവ് ഇടയാക്കിയതിനായി നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നതിന് മുഖാന്തരമായി തീർന്ന പ്രിയ ദേവദാസനോടും കുടുംബത്തോടും കർത്താവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ആ കുടുംബത്തെ കൊണ്ട് കർത്താവ് ചെയ്തിരിപ്പിക്കുന്ന കർത്താവിന്റെ വേലകൾക്കായി സ്തോത്രം. അനേകർക്ക് അനുഗ്രഹത്തിനും ആശ്വാസത്തിനും മുഖാന്തരമായി പ്രിയ ജോൺസൺ പാസ്റ്റർ ആന്റിയെയും കുഞ്ഞുങ്ങളെയും കർത്താവ് ഉപയോഗിക്കുന്നല്ലോ. ഈ രാത്രികാലം ഒന്നിച്ചായിരിക്കാൻ ദൈവം ഇടയാക്കിയ വലിയ സാവകാശത്തിനായി സ്തോത്രം. കഴിഞ്ഞ ഒരാഴ്ചക്കാലം ഈ ചർച്ചിൽ അനുഗ്രഹിക്കപ്പെട്ടതായ മീറ്റിംഗുകൾ നടക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് ഇടയാക്കി തീർത്തു. അത് ഞങ്ങളുടെ ജീവിതത്തിലും വലിയ അനുഗ്രഹമായി തീർന്നു. അതിന് മുഖാന്തരമായി ഈ സഭയിലെ ദൈവദാസനോടും കുടുംബത്തോടും ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. അതുപോലെ ഞങ്ങളുടെ പ്രിയ സഹോദരൻ പ്രിയ വിൽസൺ കുടുംബം, ഈ ചർച്ചിലെ എല്ലാ ദാസന്മാര്, ഇന്ന് രാത്രികാലം കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ഞങ്ങളുടെ സ്നേഹവും വന്ദനവും രാത്രികാലം അറിയിക്കുക. കൂടുതലായി ഒന്നും പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അല്പമായി തൊട്ടുതൊട്ടെന്ന സാക്ഷ്യങ്ങൾ ഞാൻ പറയുവാൻ ഇടയായി തീർന്നുവെങ്കിലും ഈ രാത്രികാലം എൻ്റെ കഥാവിനെ വിടുവിച്ചതായ ചില അനുഭവങ്ങൾ മാത്രം നിങ്ങളുമായി പങ്കുവെച്ച് വേഗത്തിൽ ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിപ്പാൻ ഞാൻ ആഗ്രഹിക്കുക. ഞങ്ങൾ ഈ രാജ്യത്തേക്ക് വരുമ്പോൾ ദൈവത്തിന്റെ സന്നിധി ശക്തമായി പ്രാർത്ഥിക്കുന്ന ഒരു വിഷയമുണ്ട്. കർത്താവേ, കേവലം 1-2 പാട്ടുകൾ പാടി അല്ലെങ്കിൽ കുറച്ച് CD കൊടുത്ത് കുറച്ച് ഭൗതിക നന്മകളുമായി നാട്ടിലേക്ക് മടങ്ങിപ്പോകുന്നതിനേക്കാൾ അപ്പുറമായി ഞങ്ങൾക്ക് ചില ആത്മീയ ജീവിതങ്ങളെ ഈ രാജ്യത്ത് കർത്താവ് നൽകി തരണം. ചില ജീവിതങ്ങളെ ഈ രാജ്യത്ത് വിടുവിക്കപ്പെടണം. ചില സഭകൾ ഉണർത്തപ്പെടണം. ഞങ്ങളെ അയക്കുന്ന സ്ഥാനങ്ങളിൽ ഞങ്ങൾ നിൽക്കുന്ന വേദികൾ അനുഗ്രഹിക്കപ്പെടണം. ഞങ്ങളുടെ ആരുടെയും വിടുക്കല്ല, ഞങ്ങളുടെ കഴിവില്ല. കഴിഞ്ഞ ദിവസം എൻ്റെ പ്രിയപ്പെട്ടവൻ പറഞ്ഞതുപോലെ ഞങ്ങൾ പാടാൻ പഠിച്ചിട്ടില്ല, പാട്ട് പഠിച്ചിട്ടില്ല, ഓർഗൻ പഠിച്ചിട്ടില്ല. ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി എല്ലാം മേളിൽ കർത്താവ് തന്നതായ കഴിവ്, കർത്താവുമായ താനന്ത്, അതിൽ കൂടി കർത്താവിനെ ഉയർത്തിക്കൊണ്ട് ദൈവം അയക്കുന്ന സ്ഥാനത്തൊക്കെ കർത്താവിന് വേണ്ടി നിൽക്കുവാൻ ദൈവം ഇടയാക്കുന്നു. ഈ രാത്രികാലം പ്രിയ ദൈവമക്കളെ, നിങ്ങൾ ഓരോരുത്തരും ഞങ്ങൾക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കണം. പ്രാർത്ഥന ഉണ്ടെങ്കിൽ മാത്രമേ ദൈവത്തിന് സന്നിധി ഈ രാത്രികാലം നിൽക്കുവാൻ കഴിയത്തുള്ളൂ. ശാരീരികമായി പലവിധമായ ബലഹീനതകൾ കൂടെ നിൽക്കുന്നെങ്കിലും കർത്താവ് രാത്രികാലം എത്രത്തോളം ബലപ്പെടുത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. ഒരു മർത്തോമ കുടുംബത്തിലാണ് ഞാൻ ജനിച്ചു വളർത്തപ്പെടുവാനിടയായത്. മർത്തോമ കുടുംബത്തിൽ എനിക്ക് മാതാവ്, പിതാവ്, എനിക്ക് 3 സഹോദരന്മാർ. ഇന്ന് എൻ്റെ പിതാവും എൻ്റെ ഒരു സഹോദരനും നിത്യതയിൽ വിശ്രമിക്കുന്നു. ഹല്ലേലൂയ. എനിക്ക് 3 സഹോദരന്മാരാണ്. ഏക മകളായിട്ട് എന്നെ വളർത്തിക്കൊണ്ടുവന്നു. വലിയ സാമ്പത്തിക ചുറ്റുപാടുകളൊന്നും ഇല്ലായിരുന്നുവെങ്കിലും ദേശത്ത് അറിയപ്പെടുന്ന കുടുംബമായിരുന്നു ഞങ്ങളുടേത്. എൻ്റെ മാതാപിതാക്കൾക്ക് ഉള്ളതായ ആ ചുറ്റുപാടിൽ അവർക്ക് എനിക്ക് തരാമാവുന്ന സ്നേഹങ്ങളും ലാളനകളും തന്ന് അവർ എന്നെ ഹല്ലേലൂയ വളർത്തിക്കൊണ്ടുവന്ന് ആ ലോകത്തില് യാതൊരുമായ അല്ലലുകളും അനച്ചിലുകളും എന്നെ അറിയിക്കാതെ എൻ്റെ മാതാപിതാക്കൾ എന്നെ വളർത്തിക്കൊണ്ടുവരുവാൻ കൊണ്ടുമടിയായി തീർന്നു. എന്റെ മാതാപിതാക്കൾ രാവിലെയും വൈകിട്ടുമുള്ളതായ കുടുംബ പ്രാർത്ഥനയ്ക്ക് അപ്പുറമായി മർത്തോമ കുടുംബത്തിലായിരുന്നെങ്കിലും ദൈവത്തെ അറിയുവാനായിട്ട് ആഗ്രഹിച്ചിരുന്നില്ല. എന്റെ പിതാവ് സത്യത്തിൽ ഒരു പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരുന്നു. രാത്രിയുടെ യാമങ്ങളിലൊക്കെ ഉണർന്നിരുന്ന് കരഞ്ഞ് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നത്, തലമുറകൾക്ക് വേണ്ടി, ദേശത്തിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടിരുന്നാൽ എന്റെ മാതാവ് ഒരു ആർഭാട ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഹല്ലേലൂയ. ആർഭാട ജീവിതം എന്ന് പറഞ്ഞാൽ ഞാൻ ഏക മകളാണെന്ന് നിങ്ങളോട് പറഞ്ഞല്ലോ. എന്റെ മാതാവിന് ഏറ്റവും ഇഷ്ടമുള്ളതായ കാര്യം കല്യാണങ്ങൾക്ക് പോകുമ്പോൾ, വിരുന്നുകൾക്ക് പോകുമ്പോൾ, കുടുംബങ്ങളിൽ ഹല്ലേലൂയ വിശേഷ ദിവസങ്ങളിൽ പോകുമ്പോൾ മാക്സിമം ഒരുങ്ങുക, ഏക മകളായി എന്നെ ഒരുക്കുക, എല്ലാവരുടെ മുമ്പിൽ പോയി പ്രശംസ ഏറ്റെടുക്കുക. അതാണ് എന്റെ മാതാവിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിനോദം. ആ ഒരു കാര്യത്തിലാണ് എന്റെ മാതാവ് സന്തോഷം കണ്ടെത്തിയത്. എന്നാൽ ഇതൊക്കെ എന്റെ പപ്പായ്ക്ക് ഇഷ്ടമുള്ള കാര്യമായിരുന്നില്ല. പലപ്പോഴും എന്റെ പിതാവിന്റെ മാതാവിനോട് പറയുമായിരുന്നു, സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കണം. ഇങ്ങനെ നമ്മൾ ആരാധിച്ചാൽ പോരാ, ഇതല്ല ദൈവത്തിന്റെ പ്രമാണം. സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിച്ചെങ്കിൽ മാത്രമേ ദൈവത്തിന് ആ ആരാധന ഇഷ്ടമാകത്തുള്ളൂ. അതുകൊണ്ട് അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങണമെന്ന് പറയുമ്പോൾ എന്റെ
മമ്മി അതിനെല്ലാം എതിരായി നിന്ന് സംസാരിച്ചു കൊണ്ടിരുന്നു. അപ്പോഴൊക്കെ എൻ്റെ പിതാവ് ഹല്ലേലൂയ ഏറിയ 15 വർഷക്കാലം എൻ്റെ മാതാവിൻ്റെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനിടയായി. അനേക അനർത്ഥങ്ങളും അനിഷ്ട സംഭവങ്ങളും ഞങ്ങളുടെ കുടുംബങ്ങളിൽ അടിക്കടി ഉണ്ടായിക്കൊണ്ടിരുന്നു. എൻ്റെ ഭവനത്തോട് ചേർന്ന് തന്നെ ഒരു ദൈവാലയമുണ്ട്. അവിടെ മാറി മാറി വരുന്ന ദൈവദാസന്മാർ ഞങ്ങളുടെ ഭവനത്തിൽ വന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എൻ്റെ ഭവനത്തിലെ ഓരോ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എൻ്റെ മാതാവിനോട് ദൈവവചനം ശക്തമായി പറയും. പക്ഷെ അന്നേരം ഒന്നും എൻ്റെ മാതാവ് ആ ദൈവവചനങ്ങൾക്ക് അനുസരിച്ച് ജീവിപ്പാൻ തക്കവണ്ണം ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറായില്ല. എന്നാൽ അനേക വിഷയങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായപ്പോഴും എൻ്റെ പിതാവിൻ്റെ പ്രാർത്ഥനയുടെ ഫലമായി അനർത്ഥങ്ങളൊന്നും വ്യസന കാരണമായി തീരാതെ ദൈവം ഞങ്ങളെ വിടുവിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. എന്നാൽ അധികം നാളത് മുൻപോട്ട് പോകാൻ ഇടയായില്ല. ഹല്ലേലൂയ. ഞങ്ങൾ ഹല്ലേലൂയ ആയിരുന്ന ആ സാഹചര്യത്തിൽ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായ പ്രതികൂലങ്ങളുടെ മുമ്പിലൊക്കെയും ദൈവം ഞങ്ങളെ പരിപാലിച്ച് ഓരോ ദിവസവും നടത്തിക്കൊണ്ടിരുന്നു. ഞാൻ തിരുവല്ല കോളേജിൽ ഫസ്റ്റ് PDCക്ക് പഠിക്കുന്ന സമയത്ത് ഞാൻ ഹല്ലേലൂയ എൻ്റെ കയ്യിൽ നമ്മുടെ നാട്ടിൽ ചൂട് കുരുക്കൾ പൊങ്ങി വരുന്നത് പോലെ ശരീരം മുഴുവൻ ചൂട് കുരുക്കൾ പൊങ്ങി വന്നു. അത് ചൊറിഞ്ഞ് അതിൻ്റെ വെള്ളമാകുന്നിടത്തെല്ലാം വീണ്ടും വീണ്ടും ഇത് പടർന്നുകൊണ്ടേയിരുന്നു. എനിക്ക് ക്ലാസ്സിലിരിക്കുവാൻ അസഹ്യമായി എൻ്റെ ഭവനത്തിലേക്ക് ഞാൻ മടങ്ങിപ്പോയി. ഞാൻ എൻ്റെ ഭവനത്തിൽ മടങ്ങി ചെന്നപ്പോൾ അടുത്തുള്ളൊരു ഭവനത്തിലെ പ്രിയപ്പെട്ടവള് പറഞ്ഞ് തിരുവല്ലയിലുള്ള ഒരു വിഷകാരിയുടെ അടുത്തേക്ക് എന്നെ കൊണ്ടുപോയി. ആ വിഷകാരി എന്നെ നോക്കിയിട്ട് പറഞ്ഞു, ഏതോ വിഷം അകത്ത് പോയതാ. ഒന്നുകിൽ ചിലന്തിയുടെ വിഷം എങ്ങനെയെങ്കിലും ഫുഡിനകത്ത് പോയി, എന്തെങ്കിലും വിഷം അകത്ത് പോയി, അതിന്റെ റിയാക്ഷൻ ആണ് ഈ സംഭവിക്കുന്നതെന്ന് ആ വിഷകാരി പറയുവാനിടയായി തീർന്നു. ആ വിഷകാരി എന്നിട്ട് അന്ന് മുതൽ ചികിത്സ ആരംഭിച്ചു. രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടുമുള്ള ട്രീറ്റ്മെന്റുകൾ ആരംഭിക്കാനിടയായി. രാവിലെ എണ്ണയ്ക്കകത്ത് മരുന്നുകൾ പുരട്ടണം, ഉച്ചയ്ക്ക് തേനിനകത്ത് പുരട്ടണം, വൈകിട്ട് നെയ്ക്കകത്ത് പുരട്ടണം. ഇങ്ങനെ രാവോട് പകല് എനിക്ക് ട്രീറ്റ്മെന്റുകൾ ആരംഭിച്ചു. പക്ഷേ ആ ട്രീറ്റ്മെന്റുകൾക്കൊന്നും എന്നെ സൗഖ്യമാക്കാൻ കഴിഞ്ഞില്ല. ഞാൻ വളരെ വേഗത്തിൽ എന്നെ സാക്ഷ്യം പറയുക, നിങ്ങൾ വളരെ ശ്രദ്ധയോടെ ആയിരിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. എന്നാൽ ഹല്ലേലൂയ ഓരോ ദിവസം കഴിയുന്തോറും എന്റെ മുഖഭാഗം ഒഴിച്ച് എന്റെ ശരീരത്തിലുണ്ടായിരുന്ന സ്കിന്ന് മുഴുവൻ പഴുത്തു മാറി ഒരു മാംസ കഷണമായി ഒരു മുറിക്കകത്ത് അടയ്ക്കപ്പെട്ടതായ അവസ്ഥ ഞാൻ ആയിത്തീർന്നു. പ്രാകൃത രൂപിയായി ഞാൻ ആയിത്തീർന്നു. ഹല്ലേലൂയ. ഞാൻ ആ ഒരു അവസ്ഥയിൽ ഒരു മുറിക്കകത്തു നിന്ന് അടുത്ത മുറിയിലേക്ക് എനിക്ക് പോകാൻ കഴിയത്തില്ല. ശരിയായ ആഹാരം കഴിക്കാൻ കഴിയത്തില്ല, വസ്ത്രം ധരിക്കാൻ കഴിയത്തില്ല. വസ്ത്രം ധരിച്ചാൽ അതിന്റെ ശരീരത്തോട് ഒട്ടിപ്പിടിച്ചിരിക്കും. പിന്നെ അത് ഊരുവാൻ വലിയ ഭാരമാണ്. എപ്പോഴും വെള്ളവും പഴുപ്പും ബ്ലഡും ഇങ്ങനെ ശരീരത്തിൽ നിന്ന് വാർന്നൊലിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ എല്ലാവരും അറയ്ക്കപ്പെട്ടതായ ഒരു അവസ്ഥയിൽ ഞാൻ ആയിത്തീർന്നു. എന്റെ മാതാപിതാക്കൾക്ക് പോലും എന്റെ അടുത്തൊന്ന് ഇരുന്ന് എന്നെ ആശ്വസിപ്പിക്കുവാനോ എന്നെ ഒന്ന് ബലപ്പെടുത്തുവാനോ കഴിയാത്തതായ ഒരു അവസ്ഥയിൽ ഞങ്ങളുടെ ഭവനത്തിൽ കൂടെ ആ ഹല്ലേലൂയ കടന്നു പോകാൻ കൊണ്ടുമിടയായി. ഇങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ എന്റെ പിതാവിന്റെ സഹോദരങ്ങള് ഹല്ലേലൂയ എന്റെ മാതാപിതാക്കളായിരുന്ന ആ സാമുദായിക ചുറ്റുപാടിന്റെ മാതാവാണ് സേവിക സംഘത്തിന്റെ സെക്രട്ടറിയാ. എന്റെ പിതാവ് പണ്ട് ട്രഷററായിട്ട് നിൽക്കുക. പക്ഷെ അന്നേരം ആ സാഹചര്യത്തിൽ ഒരു വ്യക്തി പോലും എന്റെ ഭവനത്തിൽ വന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയോ ഒരു ആശ്വാസ വാക്ക് പറയുകയോ ചെയ്തില്ല. എന്റെ പിതാവിന്റെ ഭവനത്തിലുള്ള പ്രിയപ്പെട്ടവർ പറഞ്ഞു, ഏക മകളായി അവൾ ഒരുങ്ങി ചമയിച്ചു കൊണ്ട് നടന്നതല്ലേ, അനുഭവിക്കട്ടെ എന്ന് എന്റെ മാതാപിതാക്കളുടെ മുഖത്ത് നോക്കി പറഞ്ഞു. രാത്രിയുടെ യാമത്തിന്റെ പിതാവ് കണ്ണീരോട് ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുമായിരുന്നു, കർത്താവ് എന്തുകൊണ്ട് എന്റെ മോളുടെ ജീവിതത്തിൽ ഇങ്ങനെ ഉണ്ടായി, എന്താണ് ഇത് ഹല്ലേലൂയ സംഭവിച്ചത്, എന്റെ കുറവാണോ, എന്റെ പ്രിയപ്പെട്ടവരുടെ കുറവാണോ, ഞങ്ങളുടെ കുറവുകളെ ക്ഷമിച്ച് ഞങ്ങളുടെ പൈതൃക സൗഖ്യമാക്കണമേ എന്ന് പറഞ്ഞ് എന്റെ പിതാവ് രാത്രിയുടെ യാമങ്ങളിൽ വന്നത് പ്രാർത്ഥിക്കുമായിരുന്നു. എന്നാൽ ഹല്ലേലൂയ എനിക്ക് യാതൊരു വിടുതലും ഉണ്ടായില്ല. ആ വിഷകാരിയുടെ ചികിത്സയ്ക്ക് ശേഷം വീണ്ടും എന്നെ അനേക ഡോക്ടർമാരുടെ അടുത്തേക്ക് കൊണ്ടുപോയി. അനേക ഡോക്ടർമാരെ ചികിത്സയ്ക്ക് വന്ന കൊണ്ടുപടിയായി അവരെല്ലാം ഏകസ്വരത്തിൽ പറഞ്ഞു, മരണമല്ലാതെ യാതൊരു പ്രതിവിധിയും ഇല്ല എന്ന് പറഞ്ഞ് വീണ്ടും മാക്സിമം അവർ ചികിത്സിക്കുക. അവസാനം എന്റെ പിതാവിന്റെ കൂട്ടുകാരൻ പറഞ്ഞതനുസരിച്ച് ഹല്ലേലൂയ പിതാവിന്റെ ഹല്ലേലൂയ കൂട്ടുകാരനെ ഒരു അച്ഛൻ്റെ അടുത്ത് കൊണ്ടുപോയി എന്റെ കയ്യിൽ ഒരു ചരട് ജപിച്ച് കെട്ടുവരുടെ എന്റെ പിതാവിന് ഇഷ്ടമുണ്ടായിട്ട് ചെയ്തതല്ല, എങ്ങനെയെങ്കിലും മോൾക്ക് സൗഖ്യമുണ്ടാകട്ടെ എന്ന് വിചാരിച്ചെന്റെ പിതാവ് ചെയ്ത. പക്ഷെ അതിനും സൗഖ്യമാക്കുവാൻ കഴിഞ്ഞില്ല. അവസാനം ഹല്ലേലൂയ മരണത്തോട് മല്ലടിക്കുന്ന സാഹചര്യത്തിൽ ഡോക്ടർമാരെല്ലാം പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുക, ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടട്ടെ, ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടണ്ടല്ലോ, ദേഹം മുഴുവൻ മൃഗങ്ങളാണ് നിറഞ്ഞ എപ്പോഴും പഴുപ്പും വെള്ളവും വന്ന് നിങ്ങൾക്ക് ഒരു പക്ഷേ അത് മനസ്സിലാക്കാൻ പ്രയാസമായിരിക്കും. ഒരു മുറി അടുത്ത മുറിയിലേക്ക് പോകാൻ കഴിയത്തില്ല, സ്വന്തം സഹോദരങ്ങളുടെ മുമ്പിൽ ഇറങ്ങി നിൽക്കുവാൻ കഴിയാത്ത അവസ്ഥ, മാതാപിതാക്കളുടെ അടുക്കൽ ഇരിക്കുവാൻ കഴിയാത്ത അവസ്ഥ. ഹല്ലേലൂയ ഈ സാഹചര്യത്തിൽ കൂടെ കടന്നുപോയി. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ എന്റെ ഈ അവസ്ഥയുടെ മുമ്പിൽ എന്റെ ഭവനത്തിന്റെ അടുത്ത ഭവനത്തിൽ ഒരു ദൈവദാസിയും വാടകയ്ക്ക് താമസിക്കാൻ ഇടയായിത്തീർന്നു. ഈ ദൈവദാസി എന്റെ അസുഖം അറിഞ്ഞ ആ നിമിഷം മുതൽ എന്റെ ഭവനത്തിലേക്ക് കടന്നു വരും. എന്റെ മമ്മി പോലും എന്റെ അടുത്തിരുന്ന് എന്നെ ഒന്ന് ആശ്വസിപ്പിക്കുവാനോ എന്നെ ഒന്ന് ശുശ്രൂഷിക്കുവാനോ അറയ്ക്കുന്നതായ സാഹചര്യത്തിൽ ഈ ദൈവദാസി എന്നെ ചേർത്തിരുത്തി എനിക്ക് വേണ്ടിയുള്ള ശുശ്രൂഷകൾ ചെയ്യും, എന്നെ കുളിപ്പിക്കും, എനിക്ക് ആഹാരം വാരി വെച്ച് തരും, എനിക്ക് ആവശ്യമായ എല്ലാ ശുശ്രൂഷകളും ചെയ്യും. ഈ ദൈവദാസി എന്റെ അടുത്ത്
അടുത്തിരിക്കുമ്പോൾ എനിക്ക് വലിയ വിടുതൽ തോന്നും. എന്നാൽ ഈ ദേവദാസി പോയി കഴിയുമ്പോൾ പിന്നെ വലിയ ഭാരം എന്റെ ജീവിതത്തിൽ തോന്നാൻ തുടങ്ങി. 3-4 ദിവസം അടുപ്പിച്ച് ഈ ദേവദാസി എന്റെ ഭവനത്തിലേക്ക് വന്നപ്പോൾ എന്റെ മമ്മിക്ക് അത് ഇഷ്ടമില്ലാതെയായി. എന്റെ മമ്മി എന്നോട് പറഞ്ഞു, മോളെ, നമ്മൾ പെന്തക്കോസ്തുകാരാ, അവർ പെന്തക്കോസ്തുകാരാ, നമുക്ക് അവരെ അധികം അടുപ്പിക്കണ്ട. നമ്മൾ വർത്തമാന ഉന്നതമായ അവസ്ഥയിലൊക്കെ നിൽക്കുന്നതല്ലേ, അത് നമുക്ക് അവരെ അധികം അടുപ്പിക്കണ്ട. മോളൊരു ഡിസ്റ്റൻസ്